നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന് ഭീഷണി ഉയർത്തി വിമതർ. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാൻ നീക്കം. പുതിയ പാർട്ടിയിൽ പി.കെ. ശശിയെ ഉൾപ്പെടുത്താനുള്ള ചരടുവലികളും നടക്കുന്നുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട നീക്കങ്ങൾ നടക്കുന്നത്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിപിഎമ്മിന് വിമതരുടെ ശക്തമായ ഭീഷണിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കൊഴിഞ്ഞാമ്പാറ, അതേപോലെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലകളിലെല്ലാം വിമതർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. പ്രധാനമായും മണ്ണാർക്കാട് പി.കെ. ശശിയെ അനുകൂലിക്കുന്ന വിഭാഗമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ചിരുന്നത്. അതേപോലെ തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും മുൻ ഏരിയ കമ്മിറ്റി അംഗം, സിപിഎമ്മിന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗം സതീഷിന്റെ നേതൃത്വത്തിലും ജനകീയ മതേതര മുന്നണി രൂപീകരിച്ചുകൊണ്ട് മത്സരിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ വിജയം കൊഴിഞ്ഞാമ്പാറയിൽ സിപിഎം വിമതർ UDF-നൊപ്പം ചേർന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണമടക്കം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പാലക്കാട് ജില്ലയിലെ സിപിഎം വിമതരുടെ ഒരു നീക്കമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും സിപിഐഎമ്മിന്റെ മുൻ നേതാവും ഇപ്പോൾ സിപിഎമ്മിന്റെ പാർട്ടി മെമ്പറുമായിട്ടുള്ള പി.കെ. ശശിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ചരടുവലികൾ നടക്കുന്നു എന്നാണ് പ്രധാനമായും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. പി.കെ. ശശിയെ UDF ഒറ്റപ്പാലത്തേക്ക് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള പ്രാഥമിക ഘട്ട ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിമത നീക്കം പാലക്കാട് ജില്ലയിൽ സിപിഎം വിമതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി DMF എന്ന ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രഖ്യാപനവും കൺവെൻഷനും ഉണ്ടാവും എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതിൽ പി.കെ. ശശിയെ അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ സിപിഎം വിമതരുടെ തീരുമാനം എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിന് പൂർണ്ണമായ പിന്തുണ UDF-ന്റെ സംസ്ഥാന നേതൃത്വമാണ് നൽകുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ UDF-ന്റെ ജാഥ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ പാലക്കാട് ജില്ലയിലെത്തുക 17-ാം തീയതിയാണ്. ആ 17-ാം തീയതി നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി VS-ന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A. സുരേഷിനുമായി അടക്കം കോൺഗ്രസിന്റെ നേതാക്കൾ സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഇത്തരത്തിൽ CPI-എമ്മുമായി വിട്ടുനിൽക്കുന്നവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് UDF പാളയത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് KPCC-യുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.